അമ്മമാരെ ദ്വാരക ആർട്സ് സ്പോർട്സ് ക്ലബിലെ അംഗങ്ങളാണ് നമുക്ക് ഇന്ന് ഉച്ചഭക്ഷണം നൽകുക. പ്രതിഭ എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ അവരെ നമുക്ക് ഉച്ചഭക്ഷണമായി കടന്നു വരാം. അവർക്കറിയുന്ന പോലെ പാട്ടൊക്കെ പാടാന്ന് പറഞ്ഞതൊക്കെ അവർ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ കുടുംബാംഗങ്ങൾക്ക് ഇന്ന് നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന ഇവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയിൽ ഇന്ന് ഇവരെ ഓർക്കണം. നമുക്ക് ഇവർക്ക് തിരിച്ചു നൽകാൻ പറ്റുന്നത് പ്രാർത്ഥന മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ അമ്മമാർക്ക് 4 നേരത്തെ പ്രയറുണ്ട്, അവർ പ്രാർത്ഥിക്കും. നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. നമുക്കിവിടുന്ന് പ്രാർത്ഥിക്കാം ഇവർക്ക് വേണ്ടി. കരുണാസമ്പന്നനായ നല്ല ദൈവമേ, ഞങ്ങളെയൊക്കെ എത്രയോ കരുതലോടെ അങ്ങ് സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ജീവന്റെ വില ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഞങ്ങൾക്കൊന്ന് കാല് തട്ടിയാൽ മതി, വലിയ ആപത്തകർത്തങ്ങളിൽ ഞങ്ങൾക്ക് സംഭവിക്കാം. എന്നാൽ ഞങ്ങളെയൊക്കെ വളരെ സ്നേഹത്തോടെ അങ്ങയുടെ കാരുണ്യം കൊണ്ടങ്ങ് പരിപാലിക്കുന്നു. ഇന്നേതിന് ഈ ലോകത്തോട് വിട പറഞ്ഞ അനേകം മക്കളുണ്ട്. അവരെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു. അതാണല്ലോ ഒരു ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നേണ്ട എന്നാൽ ദേശനാഥ, ദ്വാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ അംഗങ്ങൾ എല്ലാവർക്കും ഒത്തിരി സാമ്പത്തികമുള്ളത് കൊണ്ടല്ല, എല്ലാവരും വിവിധ ജോലികൾ ചെയ്യുന്നവരും കൂലിപ്പണിക്ക് പോകുന്നവരും അതേപോലെ പഠിക്കുന്നവരൊക്കെയാണ് ഈ ക്ലബിലുള്ളവർ. എന്നാൽ അവർ തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു ദശാംശം ഇളയവരായ അമ്മമാർക്ക് അന്നദാനം എന്ന മഹാപുണ്യം നൽകുന്നതിലൂടെ ഈ ഓണക്കാലത്തെ അവർ നീക്കിവെച്ചു. അവരെല്ലാവരും കൂടെ ചേർന്നാണല്ലോ ഈ ഓണസദ്യ അമ്മമാർക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് മേൽ വലിയൊരു കൃപ ദൈവം തമ്പുരാൻ ഇന്നേ ദിനം നൽകും. കാരണം എളിയവരായ മക്കൾക്കാണ് അന്നദാനം എന്ന പുണ്യം നൽകുക. ഈ ക്ലബിലുള്ള എല്ലാവരെയും, ഈ ക്ലബിലെ പ്രസിഡന്റിനെയും സെക്രട്ടറിയും ഭാരവാഹികൾ ഓരോരുത്തരെയും പേരാന്തരം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും ഈ ക്ലബിലുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു. അവരുടെയൊക്കെ പരസ്പര സ്നേഹവും പങ്കുവെക്കലും കൂട്ടായ്മയും കൊണ്ട് മാത്രമേ ഈ ക്ലബ്ബ് വളരെ ഉയരങ്ങളിൽ എത്തുകയുള്ളൂ. എല്ലാവരും സ്നേഹത്തോടെ പരസ്പര പങ്കുവെക്കലിലൂടെ കൂട്ടായ്മയിലൂടെ ക്ലബിനെ മുന്നോട്ട് നയിക്കുവാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എളിയവർക്ക് അതുപോലെ അശരണർക്ക് അന്നദാനവും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ, രോഗി സഹായം, പഠന സഹായമൊക്കെ ഈ ക്ലബ്ബ് ചെയ്യുന്നുണ്ടാകാം. അതിനൊക്കെയുള്ള സോഴ്സുകൾ ഇവർ കണ്ടെത്തുക ഇവരുടെ ക്ലബിലുള്ള അംഗങ്ങളിൽ നിന്നാണല്ലോ. നല്ല ദൈവമേ, ഈ ക്ലബിലുള്ള എല്ലാവരെയും അധ്വാനിക്കാനുള്ള കരുത്തും ആരോഗ്യവും ശക്തിയും കൊടുത്ത് ഈ ക്ലബിലുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. ഓരോ കുടുംബത്തെയും പേരാന്തരം സമർപ്പിക്കുന്നു. ഇന്നത്തെ കുടുംബത്തെ ബാധിക്കുന്ന തിന്മയുടെ ശക്തികളിൽ നിന്നൊക്കെ അങ്ങ് ക്ലബിലെ അംഗങ്ങളെ കാത്തു